Hello students, welcome to C programming lecturing class. Today we are going to discuss something about strings. Actually everyone know a string is a group of characters. അല്ലേ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു നെയിം പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലിഹ് എന്ന് പറയുന്ന ഒരു നെയിം പറയാം. ഈ സാലിഹ് എന്ന് പറയുന്ന നെയിം പറയുന്ന സമയത്ത് അതിനകത്ത് എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടർ, എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടർ, എൽ എന്ന് പറയുന്നത് ക്യാരക്ടർ, ഐ എന്ന് പറയുന്ന ക്യാരക്ടർ, എച്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ കൂടിയപ്പോഴാണ് നമുക്ക് ഒരു നെയിം സ്ട്രിങ് സാലിഹ് എന്ന് പറയുന്ന ഒരു നെയിം സ്ട്രിങ് കിട്ടിയത് അല്ലേ. അപ്പം ആ സ്ട്രിങ് കിട്ടാൻ വേണ്ടി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഒരു ഗ്രൂപ്പ് ക്യാരക്ടേഴ്സിന് ഒത്തുചേർന്നപ്പോഴാണ് നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആയിട്ട് വന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് സ്ട്രിങ് ഇസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഒരു കുറേ ക്യാരക്ടേഴ്സിൻ്റെ കളക്ഷനാണ് ആരെന്ന് പറയുന്നത് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രിങ്സ്, റീഡിങ് ആൻഡ് ഡിസ്പ്ലേയിങ് സ്ട്രിങ്, ഹൗ ടു റീഡ് ആൻഡ് ഹൗ ടു ഡിസ്പ്ലേ എ സ്ട്രിങ്, പാസിംഗ് സ്ട്രിങ് ടു ഫങ്ഷൻസ്, ഫങ്ഷനിലോട്ട് സ്ട്രിങ് ഫങ്ഷനിലോട്ട് നമ്മൾ സ്ട്രിങ്ങിനെ പാസ് ചെയ്യുന്നത് എങ്ങനെ, ദെൻ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്, സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, കോൺകാറ്റിനേഷൻ ചെയ്യാൻ, അങ്ങനെ പിന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട് നമുക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ഇത്രയും നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം നമുക്ക്. ഈ സ്ലൈഡിനകത്ത് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. സ്ട്രിങ്സ് ആർ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറേയാണ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ആ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ ആർ ക്യാരക്ടേഴ്സ് അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ അനദർ ഇൻ മെമ്മറി. അതെന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് ദേ ആർ ക്യാരക്ടേഴ്സ്. ഈ ഇതെന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടേഴ്സ് ആണ്. അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് ശേഷം മറ്റൊന്ന് അറേഞ്ച് ചെയ്തിരുന്നു ഇൻ മെമ്മറി. മെമ്മറിക്കകത്ത് ഒരു ക്യാരക്ടറിന് ശേഷം മറ്റൊരു ക്യാരക്ടർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സീക്വൻസിനെയാണ്, ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ദിസ് എ ക്യാരക്ടർ അറേ ഈസ് കോൾഡ് സ്ട്രിങ്. ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ ക്യാരക്ടർ അറേ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറേ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അല്ലേ. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 1 to 10 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 അത്രയും വാല്യൂസ് എന്തായിരിക്കും അതിനകത്ത് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഐറ്റംസ് അല്ലേ. കളക്ഷൻ ഓഫ് ഐറ്റംസ് ആയിരുന്നു ഒരു അറേക്കകത്ത് കൊടുത്തിന്. അതുപോലെ ഒരു സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വാണ്ട് ടു ഡിക്ലെയർ എ ക്യാരക്ടർ അറേ. ഒരു ക്യാരക്ടർ അറേ കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു അറേക്കകത്ത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന 4 ക്യാരക്ടേഴ്സ്, ഒരു നെയിം സാലിഹ് എന്ന് പറയുന്ന ഒരു നെയിം കൊടുത്താൽ 4 5 ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ദാറ്റ് ക്യാരക്ടേഴ്സ് വിൽ ബി സ്റ്റോർഡ് ഓൺ ദാറ്റ് ക്യാരക്ടർ അറേ. ആ ക്യാരക്ടർ അറേക്കകത്ത് എന്തായിരിക്കും? അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. സ്ട്രിങ്സ് ആർ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറേയാണ്. ദാറ്റ് ഈസ് ദേ ആർ ക്യാരക്ടേഴ്സ് അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ അനദർ ഇൻ മെമ്മറി. എന്താണ് അത്? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്യാരക്ടേഴ്സ് അറേഞ്ച്ഡ് വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് ശേഷം മറ്റൊന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു മെമ്മറിക്കകത്ത്. ദസ് എ ക്യാരക്ടർ അറേ ഈസ് കോൾഡ് സ്ട്രിങ്. അതുകൊണ്ട് നമുക്കൊരു ക്യാരക്ടർ അറേനെ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഈച്ച് ക്യാരക്ടർ വിത്തിൻ എ സ്ട്രിങ് ഈസ് സ്റ്റോർഡ് വിത്തിൻ വൺ എലമെൻറ്റ് ഓഫ് ദ അറേ സക്സസീവ്ലി. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ഈച്ച് ക്യാരക്ടർ വിത്തിൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനകത്തുള്ള ഒരു ക്യാരക്ടർ ഈ സ്റ്റോർഡ് വിത്തിൻ വൺ എലമെൻറ്റ് ഓഫ് ദ അറേ. അറേക്കകത്ത് ഒരു എലമെൻറ്റിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അറേയുടെ ആദ്യത്തെ എലമെൻറ്റിനകത്ത് ആദ്യത്തെ നമ്മുടെ ക്യാരക്ടറിനെ സേവ് ചെയ്ത് വെക്കും. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ അറേ ഉണ്ടായിരിക്കും, നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിനകത്ത് നമ്മുടെ സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടറിനെ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. അതാണ് സെക്കൻഡ് വൺ പറഞ്ഞേക്കുന്നത്. തേർഡ് വൺ നോക്കുക. എ സ്ട്രിങ് ഈസ് ഓൾവേസ് ടെർമിനേറ്റഡ് ബൈ എ നൾ ക്യാരക്ടർ. ഒരു സ്ട്രിങ് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ എൻഡ് ചെയ്തു എന്ന് കാണിക്കാനും വേണ്ടി വി വാണ്ട് ടു സ്പെസിഫൈ എ നൾ ക്യാരക്ടർ. അത് സ്പെസിഫൈ ചെയ്യുന്നത് /0 എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ്. അവിടെ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് കാണാം /0 എന്ന് പറയും. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ സ്ട്രിങ് അവിടെ എൻഡ് ചെയ്തു എന്ന് കാണിക്കാനാണ്. നമ്മൾ കീബോർഡിനകത്തുള്ള എൻ്റർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ /0 അവിടെ പ്രസൻറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? എ സ്ട്രിങ് ഈസ് ഓൾവേസ് ടെർമിനേറ്റഡ് ബൈ എ നൾ ക്യാരക്ടർ. അപ്പം സാലിഹ് എന്ന് പറഞ്ഞതിന് ശേഷം /0 കൊടുക്കുക എന്നുണ്ടെങ്കിൽ ദർ ഈസ് ആ സ്ട്രിങ് എന്ന് പറയുന്ന ആ നെയിം സ്ട്രിങ് എന്ന് പറയുന്ന അവിടെ എൻഡ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എ സ്ട്രിങ് ഈസ് ഓൾവേസ് ടെർമിനേറ്റഡ് ബൈ എ നൾ ക്യാരക്ടർ. ഒരു നൾ ക്യാരക്ടർ വെച്ചിട്ട് അതിനെ ടെർമിനേറ്റ് ചെയ്യും. ആ നൾ ക്യാരക്ടർ എന്ന് പറയുന്നത് /0 ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിനകത്ത് പറയുന്നത് ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ക്യാരക്ടർ സ്ട്രിങ്സ്.
ഒരു ക്യാരക്ടർ സ്ട്രിങ്ങിനകത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ റീഡ് ചെയ്യാം, ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്യാൻ മീൻ ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് എങ്ങനെ നമുക്ക് ഔട്ട് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഒരു പിന്നെ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ റീഡ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഔട്ട് ചെയ്ത് കാണിക്കാം. ദെൻ സെക്കൻഡ് വൺ ഈസ് കോപ്പിങ് വൺ സ്ട്രിങ് ടു അനദർ. ഒരു സ്ട്രിങ് മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യുക. ദെൻ കമ്പൈനിങ് സ്ട്രിങ് ടുഗെദർ. രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യുക. ദെൻ തേർഡ് വൺ കമ്പയറിങ് സ്ട്രിങ്സ് ഫോർ ഇക്വാലിറ്റി. രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുക, ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുക. എക്സ്ട്രാക്റ്റിംഗ് എ പോർഷൻ ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു പോർഷൻ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുക, നമ്മൾ സബ്സ്ട്രിങ് എന്ന് പറയുക. ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സബ്സ്ട്രിങ്. ഇപ്പോൾ ABCD എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണെങ്കിൽ AB മാത്രം എടുക്കുക, അതാണ് അതിനെ എക്സ്ട്രാക്റ്റിംഗ് എ പോർഷൻ ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. ഫസ്റ്റ് വൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്ട്രിങ്, copying one string to another, combining string together, comparing string for equality, and the last one is extracting a portion of a string. Next slide നോക്കുക. How to declare a string array, അല്ലെങ്കിൽ how to declare a character array. ഒരു character arrayയോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സ്ലൈഡിൽ നോക്കുക. A string variable is declared as an array of characters. ഒരു സ്ട്രിങ് എലമെന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, as a character array of, it's a array of characters. ഒരു ക്യാരക്ടേഴ്സിൻ്റെ അറേ ആയിട്ടാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ what is the syntax for declaring a string? ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാൻ, അല്ലെങ്കിൽ what is the syntax for declaring a character array? നമ്മൾ ഇൻറ്റിജർ അറേയോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് അറേയോ നമ്മൾ ഡിക്ലെയർ ചെയ്ത് പഠിച്ചിരുന്നു. ഡാറ്റ ടൈപ്സ്, ദെൻ അറേ നെയിം, വിത്തിൻ ദ ബ്രാക്കറ്റ് സൈസ് പറഞ്ഞിരുന്നു. ദ സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ഹിയർ. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, ടൈപ്പ്, ക്യാരക്ടർ ടൈപ്പ് പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞിരുന്ന ടൈപ്പ് പറഞ്ഞിരുന്നു, ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ ഡബിൾ ആണോ എന്തോ പറഞ്ഞിരുന്നു. ബട്ട് ഇയർ നമുക്ക് അങ്ങനെ ഡാറ്റ ടൈപ്പ് പറയേണ്ട ആവശ്യമില്ല. സ്ട്രിങ് ആയതുകൊണ്ട് എന്തായാലും ക്യാരക്ടർ ആയിരിക്കും. സോ നമ്മുടെ സിൻടാക്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ ക്യാർ എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്യാർ, ദെൻ സ്ട്രിങ് നെയിം. എന്താണോ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് നെയിം, STR ആണോ നെയിം ആണോ അല്ലെങ്കിൽ വേറെ വല്ലതുമാണോ നമുക്ക്. ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് വൺ. യു ക്യാൻ ഗിവ് എനി നെയിം ഫോർ ദാറ്റ് സ്ട്രിങ് നെയിം. സ്ട്രിങ് നെയിമിന് എന്ത് പേരും കൊടുക്കാം നിങ്ങൾക്ക്. അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്താൽ നെയിം കൊടുക്കാം, നമുക്ക് STR എന്ന് കൊടുക്കാം, STR1, STR2, S എന്ന് പറഞ്ഞു കൊടുക്കാം, CH എന്ന് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ പലതും നമ്മൾ കൊടുക്കും. ആസ് എ യൂസർ ഡിഫൈൻഡ് വൺ, ഡിപ്പെൻഡിങ് ഓൺ ദ യൂസർ. യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതാണ് ഇത് സിൻടാക്സ് എന്ന് പറയുന്നത്. ക്യാർ, ദെൻ സ്ട്രിങ് നെയിം, വിത്തിൻ ദ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് സൈസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ എത്ര 10 ക്യാരക്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 10 എന്ന് സ്പെസിഫൈ ചെയ്യണം. 5 മതിയെങ്കിൽ 5 ക്യാരക്ടേഴ്സ് മതിയെങ്കിൽ യു വാണ്ട് ടു സ്പെസിഫൈ 5 സ്പെസിഫൈ ചെയ്യണം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമികോളൻ. ദാറ്റ് ഈസ് എ സിൻടാക്സ് ഫോർ ഡിക്ലെയറിംഗ് എ ക്യാരക്ടർ അറേ. ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണത് പറയുന്നത്. ക്യാർ, സ്ട്രിങ് നെയിം, വിത്തിൻ ദ ബ്രാക്കറ്റ് സൈസ് ഓഫ് ദ ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്യാർ നെയിം ഓഫ് 20 സെമികോളൻ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, വി ആർ ഗോയിങ് ടു ഡിക്ലെയർ എൻ അറേ വിത്ത് ദ നെയിം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നെയിം എന്ന് കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് A വേണമെങ്കിൽ കൊടുക്കാം, S വേണമെങ്കിൽ കൊടുക്കാം, STR എന്ന് പറഞ്ഞു കൊടുക്കാം, STR1 എന്ന് പറഞ്ഞു കൊടുക്കാം, CH എന്ന് പറഞ്ഞു കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതോടെ കൊടുക്കാം. യൂസർ ഡിഫൈൻഡ് ആണത്. അവിടെ നിന്ന് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിനകത്ത് ഒരു നെയിം എന്ന് പറയുന്ന ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇനി നമ്മൾ ടൈപ്പ് പറയേണ്ട ആവശ്യമില്ല, ക്യാരക്ടർ അറേ ആയതുകൊണ്ട് ഷുവർ ദർ ഈസ് ക്യാർ മാത്രമേ അവിടെ വരുള്ളൂ. ഇൻഡോ ഫ്ലോട്ടോ ഒന്നും വരില്ല. മറ്റേനകത്ത് നമ്മൾ 1 ഡയമെൻഷണൽ അറേയും 2 ഡയമെൻഷണൽ അറേയൊക്കെ പഠിച്ച സമയത്ത് നമ്മളവിടെ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാനായിരുന്നു. ഏത് ഇൻഡിജർ ടൈപ്പ് ആണോ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണോ എന്നൊക്കെ പറയണമായിരുന്നു. ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ക്യാർ, ദെൻ സ്ട്രിങ് നെയിം, ഞാനിവിടെ നെയിം കൊടുത്തു, ബ്രാക്കറ്റിനകത്ത് 20 കൊടുത്തു, സെമികോളം കൊടുത്തു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 ആണ്. ദാറ്റ് മീൻസ് യു ക്യാൻ സ്റ്റോർ 20 ക്യാരക്ടേഴ്സ് വിത്തിൻ ദ അറേ നെയിം എന്ന് പറയുന്ന അറേക്കകത്ത് 20 ക്യാരക്ടേഴ്സ്, 20 ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം, സ്റ്റോർ ചെയ്ത് വെക്കാം. 20 അതിൽ കുറവോ അതിൽ കൂടുതൽ പറ്റില്ല. 20 അതിൽ കുറവോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ കുറവ് ചെയ്യാം, പക്ഷേ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ സിൻടാക്സ് ഫോർ ഡിക്ലെയറിംഗ് എ ക്യാരക്ടർ അറേ. നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് നെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ നെയിം എന്ന് കൊടുത്തു, ആൻഡ് ഇറ്റ്സ് സൈസ് 20 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക നമ്മൾ.
when the compiler assigns a character string to a character array, comma, it automatically supplies a null character double quote single quote നാഥ് /0 at the end of the string. What is the meaning of that sentence? ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താ പറയുന്നത് നോക്കുക. when a compiler assigns a character string to a character array, കമ്പൈലർ നമ്മൾ കമ്പൈലർ ടൈമിനകത്ത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ക്യാരക്ടർ അറേയിലേക്ക് അസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം നിങ്ങൾ. ഇപ്പോൾ എസ് എന്ന് സാലിഹിൻ്റെ എസ് നമ്മൾ ആദ്യത്തെ ലൊക്കേഷനകത്ത് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്കാം. then it automatically supplies a null character. അപ്പം SALIH അത്രയും നമ്മൾ ഓരോ അറേക്കകത്ത് സ്റ്റോർ ഓരോ അറേയുടെ ഓരോ എലമെൻറ്റിനകത്ത് സേവ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. ഇനി ലാസ്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഓട്ടോമാറ്റിക്കലി സപ്ലൈസ് എ നൾ ക്യാരക്ടർ /0 സിംഗിൾ കോട്ടിനകത്ത് ഒരു നൾ ക്യാരക്ടർ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും സപ്ലൈ ചെയ്യും അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. എപ്പോഴാണോ സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് അപ്പം SALIH കഴിഞ്ഞതിന് ശേഷം ആ സ്ട്രിങ് അവിടെ എൻഡ് ചെയ്തു അല്ലേ, അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് എച്ചിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഒരു /0 നമ്മുടെ കമ്പൈലർ അസൈൻ ചെയ്യും. എന്തിനാ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. ആ സ്ട്രിങ് അവിടെ എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ. നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല, കമ്പൈലർ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ട്രിങ് എൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ /0 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ എൻ്റർ അടിക്കും. ഇപ്പോൾ ഒരു എൻ്റർ എ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും /0 കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് വെക്കും, സപ്ലൈ ചെയ്യും. അതെന്തിനാ മീൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ് അവിടെ എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ. അപ്പോൾ ഒരു സ്ട്രിങ് എൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് നോക്കിയാൽ മതി /0 അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ആ തേർഡ് പോയിന്റ് പറഞ്ഞത്. when a compiler assigns a character string to a character array, comma, it automatically supplies a null character /0 at the end of the string. ഒരു കമ്പൈലർ ഒരു ക്യാരക്ടർ അറേയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ക്യാരക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി സപ്ലൈസ് എ /0 null character at the end of the string. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. ഇനീഷ്യലൈസിങ് സ്ട്രിങ് വേരിയബിൾസ്. ഒരു സ്ട്രിങ് വേരിയബിളിനെ നമുക്ക് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്ത് നമ്മൾ നോക്കിയിരുന്നു. a = 5 എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്ത സമയത്ത് കേളി ബ്രേസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ കേളി ബ്രേസിനകത്തുള്ള വാല്യൂസ് അറേയുടെ ഓരോ ലൊക്കേഷനകത്തും കൊണ്ടുപോയി വെച്ച് സേവ് ചെയ്തിരുന്നു. ദ സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ഹിയർ. അതേ സെയിം മെത്തേഡ് തന്നെ നമ്മളോട് യൂസ് ചെയ്യുന്നത്. നോക്കുക, എക്സാമ്പിളിനകത്ത് നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ char name of 4. അതിൻ്റെ മീനിങ് എന്താ? വി ആർ ഡിക്ലെയറിങ് എ ക്യാരക്ടർ അറേ വിത്ത് നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് 4 ക്യാരക്ടേഴ്സ് അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം, അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇന്ന് കേളി ബ്രേസിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ കേളി ബ്രേസിനകത്ത് വാല്യൂ കൊടുക്കുമ്പം ആദ്യത്തെ ക്യാരക്ടറിനെ ഒരു സിംഗിൾ കോട്ടിനകത്ത് സ്പെസിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ റാം എന്ന് പറയുന്ന ഒരു നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. റാം എന്ന് പറയുമ്പം 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ അല്ലേ. അപ്പോൾ 4 ക്യാരക്ടർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അതിനകത്ത് ഫസ്റ്റത്തെ വാല്യൂ റാം എന്ന് പറഞ്ഞ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു സ്പെസിഫൈ വിത്തിൻ എ സിംഗിൾ കോട്ട്. എപ്പോഴും അത് ശ്രദ്ധിക്കണം. ക്യാരക്ടേഴ്സ് ഇൻറ്റിജറൊക്കെ ആണെങ്കിൽ നമുക്കൊരു സിംഗിൾ കോട്ടിൻ്റെ ആവശ്യമില്ല. ക്യാരക്ടേഴ്സോ സ്ട്രിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ കോട്ടിനകത്തോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിനകത്തോ സ്പെസിഫൈ ചെയ്യണം. ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിംഗിൾ കോട്ടിനകത്ത് സ്പെസിഫൈ ചെയ്യും. അപ്പം കേളി ബ്രേസിനകത്ത് സിംഗിൾ കോട്ടിനകത്ത് R എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കൊടുത്തു. ദെൻ കോമ, നെക്സ്റ്റ് വാല്യൂ, നെക്സ്റ്റ് ക്യാരക്ടർ സിംഗിൾ കോട്ടിനകത്ത് A എന്ന് പറയുന്ന വാല്യൂ ആണ്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സിംഗിൾ കോട്ടിനകത്ത് M ആണ്, കോമ. ദെൻ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സിംഗിൾ കോട്ടിനകത്ത് /0. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ലൊക്കേഷനകത്ത് ക്യാർ നെയിം ഓഫ് 0കകത്ത് R എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്ത് വെക്കും. ക്യാർ ഓഫ് 1നകത്ത് A എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. ക്യാർ ഓഫ് 2നകത്ത് M എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. ക്യാർ ഓഫ് 3നകത്ത് ആര് സേവ് ചെയ്ത് വെക്കും? /0 സേവ് ചെയ്ത് വെക്കും. അതെന്തിനാ മീൻ ചെയ്യുന്നത്? ടു ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ ടു സ്പെസിഫൈ എന്താണ്? ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. അത് സ്ട്രിങ്ങിൻ്റെ എൻഡ് ആണെന്ന് കാണിക്കാൻ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു /0 കൊടുക്കുന്നത്. അപ്പം 4 ലൊക്കേഷനകത്തും 4 വാല്യൂസ് വന്നു. 4 ലൊക്കേഷനെ നമ്മൾ 4 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അറേയാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. ആദ്യത്തെ ലൊക്കേഷനകത്ത് R വന്നു, സെക്കൻഡ് ലൊക്കേഷനകത്ത് A വന്നു, തേർഡ് ലൊക്കേഷനകത്ത് M വന്നു, ഫോർത്ത് ലൊക്കേഷനകത്ത് /0 വന്നു.
അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മെത്തേഡ്സ് എന്ന് പറയുന്നത് ടു ഡിക്ലെയർ അല്ലെങ്കിൽ ടു ഇനീഷ്യലൈസ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അതിനകത്ത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ക്യാർ നെയിം ഓഫ് 4 എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ കേളി ബ്രേസിനകത്ത് സിംഗിൾ കോട്ടിനകത്ത് ആദ്യത്തെ വാല്യൂ സ്പെസിഫൈ ചെയ്തു, കോമ സിംഗിൾ കോട്ടിനകത്ത് സെക്കൻഡ് വാല്യൂ, കോമ സിംഗിൾ കോട്ടിനകത്ത് തേർഡ് വാല്യൂ, കോമ സിംഗിൾ കോട്ടിനകത്ത് ലാസ്റ്റ് /0 ടു സ്പെസിഫൈ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് അവർ സ്ട്രിങ്, അല്ലെങ്കിൽ ദാറ്റ് സ്ട്രിങ് ഈസ് ടെർമിനേറ്റഡ് ദർ. അവിടെ നമ്മുടെ സ്ട്രിങ് ടെർമിനേറ്റ് ചെയ്തു കാണിക്കാൻ /0 ലാസ്റ്റിൽ കൊടുത്തു. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്യാർ നെയിം ഓഫ് സൈസ് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമുക്ക് സൈസ് ഇങ്ങനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഇവിടെ 4 അല്ല 10 കൊടുത്താലും പ്രശ്നമില്ല. വി ആർ നോട്ട് ഡിക്ലെയർഡ് ദ സൈസ് സെറ്റ്. അതുവരെ നമ്മൾ സൈസ് ഒന്നും പറയാത്തതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. യു ക്യാൻ ഗിവ് എനി നമ്പർ ഓഫ് വാല്യൂസ് വിത്തിൻ ദാറ്റ് അറേ. അറേക്കകത്ത് നമുക്ക് എത്ര വാല്യൂ കൊടുക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാർ നെയിം ഓഫ്. എന്നിട്ട് എന്ത് ചെയ്യണം, വാല്യൂ അസൈൻ ചെയ്യുന്നതിന് മാറ്റമൊന്നുമില്ല, സെയിം മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. കേളി ബ്രേസിനകത്ത് സിംഗിൾ കോട്ടിനകത്ത് 6, നെക്സ്റ്റ് എ, നെക്സ്റ്റ് എം, നെക്സ്റ്റ് /0. ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ്. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ക്യാർ നെയിം ഓഫ് 4. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പിന്നെ കേളി ബ്രേസ് ഒക്കെ ഒഴിവാക്കിയിട്ട് സിംഗിൾ കോട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഡബിൾ കോട്ടിനകത്ത് ആ സ്ട്രിങ്ങിൻ്റെ വാല്യൂ നേരെ പറഞ്ഞു കൊടുക്കുക, റാം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്താണ്, ആദ്യത്തെ ലൊക്കേഷനകത്ത് ഈ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ കോട്ടിനകത്താണ് സ്പെസിഫൈ ചെയ്യുക. ഇവിടെ ക്യാരക്ടർ നെയിം ക്യാരക്ടർ അറേ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും സ്പെസിഫൈ ചെയ്യാം, ഡബിൾ കോട്ടിനകത്ത് വാല്യൂസ് മാത്രം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ റാം എന്ന് പറയുന്ന വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ആ പിന്നെ ക്യാരക്ടർ അറേയൊക്കെ ആദ്യത്തെ ലൊക്കേഷനകത്ത് 6 വരും, സെക്കൻഡ് ലൊക്കേഷനകത്ത് എ വരും, തേർഡ് ലൊക്കേഷനകത്ത് എം വരും, ഫോർത്ത് ലൊക്കേഷൻ ഉണ്ടല്ലേ. പക്ഷേ നമ്മളിവിടെ ഫോർത്ത് ലൊക്കേഷനകത്ത് മുന്നിലൊക്കെ /0 കൊടുത്തിരുന്നു, ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിനകത്ത് പറഞ്ഞു ഓട്ടോമാറ്റിക്കലി കമ്പൈലർ അസൈൻസ് ദാറ്റ് വാല്യൂ ആസ് എ /0. ഓട്ടോമാറ്റിക്കലി കമ്പൈലർ അസൈൻ ചെയ്ത് കൊടുക്കും, നമ്മൾ ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ എൻ്റർ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എൻഡിൽ ഒരു /0 കൊണ്ട് സേവ് ചെയ്ത് വെക്കും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ സൈസ് പറയാണ്ട് ഡിക്ലെയർ ചെയ്യാം. ക്യാർ നെയിം ഓഫ്, അവിടെ സൈസ് നമ്മൾ പറയുന്നില്ല. യു ക്യാൻ ഗിവ് എനി നെയിം, എനി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ദാറ്റ് അറേ. ആ അറേക്കകത്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ക്യാർ നെയിം ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഡബിൾ കോട്ടിനകത്ത് റാം എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ അനദർ മെത്തേഡ്. അത് മറ്റൊരു മെത്തേഡാണ്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. സോ ദർ ആർ 2 types of methods to assign a value, otherwise to initialize a character array or a string value. First one is char name of 4. Then curly braceനകത്ത് സിംഗിൾ കോട്ടിനകത്ത് വാല്യൂ സ്പെസിഫൈ ചെയ്യുക, അറ്റ് എൻഡിൽ /0 കൊടുക്കുക. അല്ലെങ്കിൽ സൈസ് പറയാണ്ട് ക്യാർ നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് കേളി ബ്രേസിനകത്ത് സിംഗിൾ കോട്ടിനകത്ത് വാല്യൂസ് കൊടുക്കുക, ലാസ്റ്റിൽ /0 കൊടുക്കുക. മറ്റൊരു മെത്തേഡാണ് ക്യാർ നെയിം ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ സൈസ് പറയുക, എന്നിട്ട് ഡബിൾ കോട്ടിനകത്ത് എന്താണോ നമ്മൾ കൊടുക്കേണ്ട നെയിം എന്ന് പറയുന്ന അകത്ത് അവിടെ സ്പെസിഫൈ ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ മറ്റൊരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ക്യാർ നെയിം ഓഫ്, സൈസ് പറയുന്നില്ല നമ്മൾ, എന്നിട്ട് എന്ത് ചെയ്യും, ഡബിൾ കോട്ടിനകത്ത് ആ സ്ട്രിങ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ദീസ് ആർ ദ മെത്തേഡ്സ് ടു ഇനീഷ്യലൈസ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് പറയുന്നത് ശ്രദ്ധിക്കാം. When we initialize a character array by listing its elements, the null terminator or the size of the array must be provided explicitly. എന്താ പറഞ്ഞത്, when we initialize a character array by listing its elements, ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ് ബൈ ലിസ്റ്റിംഗ് ദ എലമെൻറ്റ്സ്. അതാണ് ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത്. കേളി ബ്രേസിനകത്ത് നമ്മൾ വാല്യൂ പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ആ അറേയുടെ സൈസ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ടെർമിനേറ്റർ, നൾ ടെർമിനേറ്റർ ലാസ്റ്റിൽ കൊടുത്തിരിക്കണം. ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം, അത് മസ്റ്റാണ്, കമ്പൽസറി ആണ്. അപ്പോൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, വെൻ വി ആർ ഇനീഷ്യലൈസിങ് എ സ്ട്രിങ് അറേ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ ബൈ ലിസ്റ്റിംഗ് ഇറ്റ്സ് എലമെൻറ്റ്സ്. ആ എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, സൈസ് ഓഫ് ദ അറേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ് ദ എൻഡ് ദ വിൽ ബി എ /0 നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് ദ മെത്തേഡ് ടു ഇനീഷ്യലൈസ് എ സ്ട്രിങ് വേരിയബിൾ. ഒരു സിമ്പിൾ പ്രോഗ്രാം നെക്സ്റ്റ് സ്ലൈഡിനകത്ത് നോക്കുക. ഒരു സിമ്പിൾ പ്രോഗ്രാം ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, യൂസിങ് printf ആൻഡ് scanf. പ്രിൻ്റെഫും സ്കാനഫും യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം. സ്കാനഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് യൂസ് ടു റീഡ് എ വാല്യൂ. കീബോർഡിലൂടെ റീഡ് ചെയ്യാനാണ് സ്കാനഫ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജറിനെ റീഡ് ചെയ്യാം, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാം, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടറിനെ റീഡ് ചെയ്യാം. അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കാനഫ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ യു നോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് printf. printf ഈസ് യൂസ് ടു ഡിസ്പ്ലേ ദ
ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ദെൻ കം ടു ദ പ്രോഗ്രാം ശ്രദ്ധിക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ ഓഫ് കർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, char name of 20 സെമിക്കോളൻ, printf enter name, then ഡബിൾ കോട്ടിനകത്ത് printf enter name സെമിക്കോളൻ, scanf %s ഡബിൾ കോട്ടിനകത്ത് %s comma name, then printf your name is %s ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തു comma name സെമിക്കോളൻ, then return 0 മെയിൻ ക്ലോസ് ചെയ്തു, കർലി ബ്രേസ് ക്ലോസ് ചെയ്തു. നമുക്ക് നോക്കാം ഹൗ ദിസ് പ്രോഗ്രാം ഈസ് വർക്കിംഗ്. എങ്ങനെയാണ് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിവേ ഐ ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദിസ് അഗൈൻ. നോക്കുക, നമ്മൾ അവർ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവർ പ്രോഗ്രാം ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ മെയിൻ, ഇൻറ്റ് മെയിൻ സ്റ്റാർട്ട് ചെയ്യും. char name of 20 അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വി ആർ ഡിക്ലെയറിങ് എ നെയിം അറേ. നെയിം എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്, ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യാണ്. ആൻഡ് ഇറ്റ് സൈസ് ഈസ് 20. ദാറ്റ് മീൻസ് യു ക്യാൻ സ്റ്റോർ 20 ക്യാരക്ടേഴ്സ് വിത്തിൻ ദ അറേ നെയിം. നെയിം എന്ന് പറയുന്ന അറേക്കകത്ത് നമുക്ക് 20 ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആദ്യം തന്നെ ഒരു printf കൊടുത്തേക്കാണ് അവിടെ, ഡബിൾ കോഡിനകത്ത് എൻ്റർ നെയിം. അപ്പോൾ എന്ത് വരും, എൻ്റർ നെയിം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ക്രീനിനകത്ത് നെയിം എൻ്റർ ചെയ്യാൻ നമ്മോട് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്, സാധാരണ കീബോർഡിനകത്തൂടെ നമ്മളൊരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കും അല്ലേ, എന്തെങ്കിലും ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ റാം എന്ന് പറയുന്ന ഒരു നെയിം ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്ത് കൊടുക്കും കീബോർഡിനകത്തൂടെ. നമ്മൾ ടൈപ്പ് ചെയ്യും റാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കൊടുക്കുന്ന വാല്യൂ റീഡ് ചെയ്യണ്ടേ. റാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു വാണ്ട് ടു റീഡ് ദാറ്റ് സ്ട്രിങ്. ആ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. ഹൗ ഇറ്റ് ഈസ് റീഡിങ്, സ്കാനഫ് യൂസ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. നോക്കുക, സ്കാനഫ് ഡബിൾ കോട്ടിനകത്ത് %s. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പെർസെൻറ്റേജ് ആണ്. ഇതുവരെ നമ്മൾ %d f ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് %s ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു റീഡ് എ സ്ട്രിങ് വാല്യൂ. ഒരു സ്ട്രിങ് വാല്യൂ ആണ് നിങ്ങൾ റീഡ് ചെയ്യുന്നത് കാണിക്കാനാണ് അതെന്ന് പറയുന്നത്. %s കോമ നെയിം, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് അറേ. നമ്മുടെ അറേയുടെ നെയിമാണ് അതെന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്സോ ഫ്ലോട്ടിംഗ് ടൈപ്പോ ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ആംപർസെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് സ്ട്രിങ് ടൈപ്പ് റീഡ് ചെയ്യുന്ന സമയത്ത് യു നോട്ട് വാണ്ട് ടു സ്പെസിഫൈ ദ ആംപർസെൻറ്റ് സ്പെസിഫൈ ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് എ സ്ട്രിങ് റീഡിംഗ് മെക്കാനിസം. സ്ട്രിങ് റീഡിംഗ് മെക്കാനിസത്തിൻ്റെ മറ്റൊരു പെക്യുലാരിറ്റി ആണ് യു ഡോണ്ട് വാണ്ട് ടു സ്പെസിഫൈ ദ ആംപർസെൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട. അപ്പോൾ നോക്കുക, സ്കാനഫ് %s അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു റീഡ് എ സ്ട്രിങ് വാല്യൂ. എസ് മീൻസ് സ്ട്രിങ് വാല്യൂ ആണെന്ന്. ദെൻ നെയിം ഓഫ് ദ അറേ, അപ്പോൾ നമ്മുടെ അറേയുടെ നെയിമാണ്, അത് ജസ്റ്റ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, സെമികോളൻ. printf യുവർ നെയിം ഈസ്. ഇനി പ്രിൻ്റഫിനകത്ത് നമ്മൾ ഈ നെയിം പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരും, യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് തെളിഞ്ഞു വരും. അവിടെ %s അവിടെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അതിലേക്ക് വരുന്ന %sലേക്ക് വരുന്ന വാല്യൂ ആരുതാണ്, നെയിം എന്ന് പറയുന്ന അറേക്കകത്തുള്ള വാല്യൂ. നെയിം എന്ന് പറയുന്ന അറേക്കകത്ത് ഞാൻ എന്താ വാല്യൂ കൊടുത്ത്, റാം എന്ന് പറയുന്ന വാല്യൂ ആണ്, അതവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരും. റിട്ടേൺ 0, മെയിനിലോട്ടൊരു 0 റിട്ടേൺ ചെയ്തു. ഒന്നും റിട്ടേൺ ചെയ്യാനില്ലാത്തതുകൊണ്ട് 0 റിട്ടേൺ ചെയ്തു. ആൻഡ് വി ക്ലോസ്ഡ് അവർ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ദിസ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ് ആൻഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് റീഡ് ചെയ്യാനും ആ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അതെന്ന് പറയുന്നത്. Then listen to the next slide. How to read and how to display the name using the methods അല്ലെങ്കിൽ using the function getus and putus. getus എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും putus എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം ഒരു നെയിം അല്ലെങ്കിൽ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്ത് വെക്കുക ബുക്കിനകത്ത്. getus ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റീഡ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് getus എന്ന് പറയുന്നത്. ആൻഡ് putus ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് putus എന്ന് പറയുന്നത്. സോ getus ഈസ് യൂസ്ഡ് ടു റീഡ് എ സ്ട്രിങ് ആൻഡ് putus ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ നമ്മൾ മുന്നേ എഴുതിയ പ്രോഗ്രാം ജസ്റ്റ് കൺവേർട്ട് ദാറ്റ് യൂസിങ് getus ആൻഡ് putus. വേറെ വ്യത്യാസമൊന്നുമില്ല. സ്കാനഫിന് പകരം getus കൊടുക്കുക, printfന് പകരം ആരെ കൊടുക്കുക, putus കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇൻറ്റു മെയിൻ char name of 20. ഇവിടെ ഒരു വ്യത്യാസമില്ല. നെയിം എന്ന് പറയുന്ന ആരെ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ സൈസ് 20 കൊടുത്തു. ദെൻ printf enter name.
സോറി, നമ്മുടെ ക്യാരക്ടർ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തത് 30 ആണ് കേട്ടോ. ക്യാർ നെയിം ഓഫ് 30 എന്ന് പറഞ്ഞു കൊടുത്തു. 30 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തു. പ്രിൻ്റ് എഫിനകത്ത് എൻ്റർ നെയിം, പ്രിൻ്റ് എഫിനകത്ത് ആദ്യം തന്നെ എന്ത് വരും, നെയിം വരും. അപ്പോൾ നമ്മൾ സ്ക്രീനിനകത്ത് ആദ്യം തന്നെ എൻ്റർ ദ നെയിം എന്ന് പറഞ്ഞു വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, കീബോർഡിനകത്തൂടെ സ്ട്രിങ് എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ റാം എന്ന് പറഞ്ഞ് ഞാൻ കീബോർഡിനകത്തൂടെ കൊടുക്കും. അന്നേരം എന്ത് ചെയ്യണം, ആ റാമിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രിങ്ങിനെ റീഡ് ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നത്തെ പ്രോഗ്രാമിനകത്ത് സ്കാൻഎഫ് യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഗെറ്റസ് ഓഫ് നെയിം. അപ്പോൾ നെയിമാണ് നമ്മുടെ അരയുടെ നെയിം. ആ അരേക്കകത്തായിരിക്കും നമ്മൾ കൊടുത്ത വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നെയിമിനെ റീഡ് ചെയ്യും, സെമിക്കോളൻ. പ്രിൻ്റ് ഓഫ് നെയിം. അപ്പോൾ നമുക്ക് റീഡ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ നെയിം ഈക്വൽ ടു അല്ലെങ്കിൽ നെയിം ഡബിൾ കോളം എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി നമ്മൾ കൊടുത്ത റാം എന്ന് പറയുന്ന നെയിം അവിടെ വരണം, വേണ്ടേ? അപ്പോൾ അതെങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്, പുട്ടസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പുട്ടസ് ഓഫ് നെയിം, നെയിമല്ലേ നമ്മുടെ അറേ എന്ന് പറയുന്നത്, ആ നെയിമിനകത്ത് കൊടുക്കുമ്പം ആ നെയിം എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത് വരും. നമ്മൾ റാം എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്ത് വരും, റിട്ടേൺ 0. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. എന്താണ്, സ്കാൻഎഫിന് പകരം ഗെറ്റസ് യൂസ് ചെയ്തു, പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം പുട്ടസ് യൂസ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഏതാണോ, വിച്ച് മെത്തേഡ് ഈസ് ബെറ്റർ ഫോർ യു, ചൂസ് ദാറ്റ് വൺ. അപ്പം മുന്നേ ചെയ്ത പ്രോഗ്രാമാണോ സിമ്പിൾ, ഇതാണോ സിമ്പിൾ, നിങ്ങൾ അനലൈസ് ചെയ്യുക ആൻഡ് യൂസ് ഇറ്റ്. രണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഗെറ്റസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യുക, പുട്ടസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിങ് എങ്ങനെ റീഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രിൻ്റ് എഫ് വെച്ചിട്ട് ഹൗ ടു ഡിസ്പ്ലേ ദാറ്റ് സ്ട്രിങ്, ആ സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മൾ ഓർത്ത് വെക്കണം. ഒരു സിമ്പിളായിട്ടുള്ള 2 പ്രോഗ്രാംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്, ടു റീഡ് എ സ്ട്രിങ് ആൻഡ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. അപ്പം അത് ഒന്ന് സ്കാൻഎഫ് യൂസ് ചെയ്തു, ഒന്ന് പ്രിൻ്റ് എഫ് യൂസ് ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് ആര് യൂസ് ചെയ്തു, ഗെറ്റസിനെയും പുട്ടസിനെയും യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. ദ സെയിം ടൈം നിങ്ങളൊരു വർക്ക് സബ്മിറ്റ് ചെയ്യുക. ആ വർക്ക് എന്ന് പറയുന്നത് യൂസിങ് വൈൽ ലൂപ്പ്, ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് യു വാണ്ട് ടു റീഡ് ആൻ അറേ, ഒരു സ്ട്രിങ് അറേ, ഒരു ക്യാരക്ടർ അറേ റീഡ് ചെയ്യണം. ദെൻ യു വാണ്ട് ടു ഡിസ്പ്ലേ ദാറ്റ് അറേ യൂസിങ് ലൂപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ. ഈ ലൂപ്പ് യൂസ് ചെയ്യേണ്ട, നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് എന്താണോ നമ്മുടെ ക്യാരക്ടർ അറേൻ്റെ നെയിം അത് കൊടുത്താൽ മതി. പക്ഷേ റീഡ് ചെയ്യുന്ന സമയത്ത് യു വാണ്ട് ടു സ്പെസിഫൈ എ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ അറേ റീഡ് ചെയ്യുക, അതിനകത്തോട്ട് വാല്യൂസ് കൊടുക്കുക, എന്നിട്ട് ആ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ.